നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വല്ലാത്ത ദേഷ്യത്തില് ജലജ അബിയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പൊ അയാളെ എങ്ങാനും നീ കാണാൻ പോകുക വിളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയും മോനും തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും അബി ഇങ്ങനെ പതുക്കെ പറഞ്ഞു, അല്ലെങ്കിലും അമ്മയായിട്ട് ബന്ധം കൂടിയിട്ട് കാര്യമൊന്നുമില്ല. അമ്മയായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കിയിട്ട് അച്ഛനായിട്ട് ബന്ധം ഉണ്ടാക്കുന്നത് നല്ലത്. എന്താടാ നീ പെറുവിൽക്കുന്നത്? ഒന്നുമില്ല അമ്മേ, ഞാൻ അങ്ങേരെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അമ്മ എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നേ? പുറത്തു പോകാൻ പാടില്ല, ആരോട് സംസാരിക്കാൻ പാടില്ല, അപ്പൊ സംശയം കാര്യങ്ങളൊക്കെയാ. എന്തിനാ വെറുതെ ഇങ്ങനെ അമ്മ ഓരോന്നൊക്കെ സംശയിക്കുന്നേ? അല്ല, അമ്മയുടെ മരുമോളെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? അവൾ അവളുടെ ഇഷ്ടത്തിനല്ലേ ഇപ്പൊ നടക്കണേ. അത് പിന്നെ അവളെ പാഠം പഠിപ്പിക്കുന്നത് ഞാനല്ലടാ, അത് ഭർത്താവായ നീയാണ്, അല്ലാതെ ഞാനല്ലാന്ന് പറഞ്ഞു. അവളോട് ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അവൾ അവളുടെ ഇഷ്ടത്തിനെ നടക്കുള്ളൂ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കത്തൊന്നുമില്ല. പിന്നെ അമ്മ എപ്പോഴും ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന്. പിന്നെ വീണ്ടും വീണ്ടും അതിങ്ങനെ ഓർമ്മപ്പെടുത്തി ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട അമ്മയ്ക്ക് എന്ത് ഗുണം കിട്ടാനാ എന്നൊക്കെ പറഞ്ഞ് അഭി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് ജലജ മുറിയിലേക്ക് വന്നിട്ട് ജലജയ്ക്ക് അങ്ങോട്ട് ദേഷ്യ സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ മക്കള് അയാളുമായിട്ട് കൂട്ടുകൂടാൻ പോകുമോ, തനിക്ക് അവരെ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ചിന്ത ജലജയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശം മുറിയിലേക്ക് വന്നിട്ട് നയനയോട് പറഞ്ഞു, നയനെ, ഇപ്പോഴാണെങ്കിലും അവന്റെ കയ്യെ കല പിടിച്ചിട്ട് പറയണേ, ഈ വിവാഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി തരാനാ പറയണേ. അവൻ ഇപ്പോഴും സമ്മതമല്ല. നയന പറഞ്ഞു, ഇനി ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ട് ആദർശേട്ടാ, പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കറിയില്ല ഇങ്ങനെ പോയിട്ടുണ്ട് എന്തായി തീരുമെന്ന്. അവൻ ഇപ്പോഴും അവന്റെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അല്ല, ഒരുമിച്ച് കയ്യെ പിടിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നാലേ അന്നൊന്നും അവനൊരു താല്പര്യം അവളോട് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ പെട്ടെന്നൊരു ദിവസം താല്പര്യം തോന്നാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. അതൊക്കെ മാറിക്കോളൂ ആദർശേട്ടാ, വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ, കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാം സെറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഇതെങ്ങനെ മാറുന്ന ഇതാന്ന് എനിക്ക് തോന്നണില്ല. ലക്ഷണമൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ. നയന പറഞ്ഞു, എനിക്കറിയാം ആദർശേട്ടാ, ഇപ്പോഴും അവന്റെ മനസ്സിൽ നന്ദുവാണ്. നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകളാണെന്നറിയാം. നന്ദുവിന്റെ മനസ്സിലും അങ്ങനെ തന്നെയാന്ന് തോന്നേ. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. എത്രയാന്ന് പറഞ്ഞാലും അവര് രണ്ടുപേരും കൂടെ ഒന്നിക്കാൻ പാടില്ല. അച്ഛനും അമ്മയെ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇവിടെ ഇളയമ്മയെ സമ്മതിക്കില്ല. പിന്നെ അങ്ങനൊരു ഇഷ്ടം അവര് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ടും കാര്യമില്ല. ഇപ്പൊ അനിയുടെ വിവാഹം നടന്നില്ലെങ്കിൽ അവളെ കിട്ടുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതും നടക്കത്തില്ലല്ലോ. നന്ദുവിന് എന്താണോ എനിക്ക് കിട്ടാനും പോകുന്നില്ല ആദർശേട്ടാ. ഇനിയിപ്പോൾ ആദർശേണ്ണ അതോർത്തൊന്നും വിഷമിക്കേണ്ട. വിഷമമൊന്നുമില്ല, എന്നാലും ഓർത്ത് കഴിയുമ്പോഴത്തേനും എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അവന്റെ ജീവിതമല്ലേ. അങ്ങനെ പറഞ്ഞ് അവര് വിഷമിക്കുവാണ്. ഇതേ സമയത്ത് നന്ദുവിന് നല്ല ടെൻഷനാ. നാളെയാണ് അനിയുടെ വിവാഹ നിശ്ചയം. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും കനക അങ്ങോട്ട് വന്നു. ഒരു സാരി ബ്ലൗസൊക്കെ ആയിട്ട്, മോളെ ഇതെങ്ങനെയുണ്ട്, ഈ സാരി കൊള്ളാവോന്ന് ചോദിച്ചു. എന്താമ്മേ? അല്ല, നാളെ നിശ്ചയത്തിന് പോകുമ്പോ ഈ സാരി ഉടുക്കാന്ന് കരുതിയിരിക്കാം. ഇത് ഞാൻ വാങ്ങി തന്നതല്ലേ? അതെ, ഞാൻ വാങ്ങി തന്ന സാരിയാ. അല്ല, നീ വാങ്ങി തന്ന സാരിയാ, അതുകൊണ്ടാ. അമ്മയ്ക്ക് ആദർശേട്ടൻ നയനേച്ചും വാങ്ങി തന്ന എത്രയോ വിലപിടിപ്പുള്ള സാരികളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് ഉടുത്താ പോരെ? അത് വേണ്ട മോളെ, എനിക്ക് എന്റെ നന്ദൂട്ടം വാങ്ങിച്ചെന്ന സാരി മതി. പിന്നെ മോളെ, നിന്നെ നാളെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അവര് വിളിക്കുകയും ചെയ്ത, പക്ഷെ അറിയാലോ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല, അതുകൊണ്ട് മാത്ര നിന്നോട് വരണ്ടാന്ന് പറഞ്ഞേ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ കൊണ്ടുപോകണമെന്ന്. ഞാൻ അല്ലെങ്കിലും വരുന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു. മോള് വിഷമിക്കൊന്നും വേണ്ടെന്നേ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ അവരുടെ രണ്ടുപേരുടെ ഫോട്ടോസ് എടുത്തോണ്ടെന്ന് മോളെ കാണിക്കാം. എന്തിന്? ഞാൻ പറഞ്ഞു അവരുടെ ഫോട്ടോസ് എന്നെ കാണിക്കണമെന്ന്. അല്ല, അത് പിന്നെ എനിക്ക് ആരുടെ ഫോട്ടോസ് ഒന്നും കാണണ്ട, അല്ലെങ്കിലും ഈ കല്യാണോ എൻഗേജ്മെന്റും അതൊന്നും കാണാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല. മോളെ, നിന്റെ വിഷമം എനിക്കറിയാം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? എന്തിന്? എനിക്ക് എന്ത് വിഷമമാണെന്ന് അമ്മ പറയണേ? മോളെ, നിനക്ക് നല്ലൊരു ആലോചന ഞാൻ കൊണ്ടുവരും. ഇത് കഴിഞ്ഞോട്ടെ, അനിയുടെ ബന്ധം ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിനക്ക് നല്ലൊരു ആലോചന ഞാൻ കൊണ്ടുവരും. നിന്നെ കൊണ്ട് നല്ലൊരു പയ്യനെയും കല്യാണം കഴിപ്പിക്കും. എൻ്റെ അമ്മേ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട, ഒന്നും വേണ്ട, എന്നെ ഒന്നും വെറുതെ വിട്ടാൽ മാത്രം മതി എന്നൊക്കെ നന്ദു പറഞ്ഞു. അത് കേട്ടപ്പോൾ കനയ്ക്ക് മനസ്സിലായി നന്ദുവിന്റെ മനസ്സിൽ എത്രമാത്രം വിഷമമുണ്ടെന്ന്. പിന്നീട് കനക മുറിയിലേക്ക് ചെന്നപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു, എന്തായി? ഞാൻ നന്ദൂട്ടനോട് പറഞ്ഞു ഞാൻ ഈ സാരി ഉടുക്കുന്നുള്ളെന്ന്. അവള് ചോദിച്ചു, ഇതല്ലാതെ അമ്മയ്ക്ക് വേറെ സാരി ഒന്നും ഇല്ലെന്ന്. ഗോവിന്ദൻ പറഞ്ഞു, ഞാനും അവളെടുത്ത് നിന്ന് ഷർട്ടായിരുന്നേ, അത് വേണം ഗോവിന്ദേട്ട, അവളെ നമ്മൾ കൊണ്ടുപോകുന്ന പോലും ഇല്ലോ. അപ്പൊ പിന്നെ അവൾ എടുത്ത് തന്ന ഡ്രസ്സ് എങ്കിലും എടുത്തോണ്ട് വേണ്ടേ പോവാനായിട്ട്. പിന്നെ അത് മാത്രമല്ല ഗോവിന്ദേട്ട, അവളുടെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടെന്ന് തോന്നേ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവളിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. അത് പിന്നെ കനക ഇല്ലാതിരിക്കുവോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അവള് കുറെ കാലം സ്നേഹിച്ചല്ലേ. ഓ, അനിയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു, എങ്കിൽ രക്ഷപ്പെട്ടേനം, ഒരു സമാധാനമായെന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, അത് പക്ഷെ ഒന്ന് നടന്നു കഴിഞ്ഞാലേ നടന്നെന്ന് പറയാൻ പറ്റുള്ളൂ. എന്റെ ഗോവിന്ദേട്ടാ, ഞാൻ ആ ജോൺസിന്റെ വീടിനും പോയി കണ്ടായിരുന്നു. ജോൺസിനോട് കാര്യങ്ങൾ തിരക്കി നന്ദുവിന്റെ വിവാഹത്തെക്കുറിച്ച്. അപ്പോഴും അയാൾ പറയുന്നേ നന്ദുവിനെ മനസ്സിലുള്ള ആളെ കല്യാണം കഴിക്കുന്ന. പിന്നെ അയാൾ ഒരു കാര്യം പറഞ്ഞു, എപ്പോഴും എപ്പോഴും ഇത് വന്ന് ചോദിക്കേണ്ട കാര്യമില്ല എന്ന്. ഞാൻ അയാളോട് പറഞ്ഞു, അവൾ സ്നേഹിക്കുന്ന ചെറുക്കൻ്റെ കല്യാണം കാര്യങ്ങളാണ്. പക്ഷെ എന്നിട്ടും അയാൾ പറയണത് നന്ദുവിൻ്റെ മനസ്സിലുള്ള ചെക്കനെ തന്നെ കല്യാണം കഴിക്കോളന്നാ. എനിക്ക് അതാ ഒട്ടും അങ്ങോട്ടും മനസ്സിലാകത്തേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഗോവെന്നും പറഞ്ഞു, ഇനിയിപ്പം നീ പോയി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അനിയുടെ എൻഗേജ്മെന്റ് അല്ലേ, സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇതങ്ങ് നടക്കട്ടെ. കനക പറഞ്ഞു, എത്രയും പെട്ടെന്നൊന്ന് നടന്നു കഴിഞ്ഞാൽ മതിയായിരുന്നു ഗോവിന്ദേട്ട, എങ്കിലോ എനിക്കൊരു സമാധാനം ആകത്തുള്ളൂ. ഓ, അതുവരെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നീ ഇരുന്ന് തലമുണ്ടാക്കണ്ട, ബാ വന്ന് കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ പോകണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കനകയും വിളിച്ചോണ്ട് മുറിയിലേക്ക് പോയി. ഇതേ സമയത്ത് അനിയാടെ ഉറക്കം വരാതെ ഇങ്ങനെ ബാൽക്കണിന്റെ അവിടെ നിൽക്കുമ്പോഴത്തേനും അവന്തിക വന്നിട്ട് ചോദിച്ചു, ഇതെന്താ അനിയേട്ടാ ഇങ്ങനെ, നാളെ ഒരു മംഗളകർമ്മം നടക്കാൻ പോലെ, അപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ മേലെ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. മംഗളകർമ്മം, അത് കോമാളിത്തരമായിട്ടാ എനിക്ക് തോന്നുന്നേ. ഇതൊക്കെ എന്താ അഭിയേട്ട ഇങ്ങനെ പറയണ, അനിയേട്ട ഇങ്ങനെ പറയണത്? നിനക്കറിയത്തില്ലല്ലേ, ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമില്ലാന്ന്, പിന്നെ നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? അനിയേട്ട അങ്ങനെ പറയരുത്, എനിക്ക് അനിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു, ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ടല്ലേ. പിന്നെ സ്നേഹം, അതെ, അയർലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് അബിയേക്കാളും വല്ലാത്ത മോശ സ്വഭാവമായിരുന്നു നിന്റെ, പിന്നെ വന്നു കഴിഞ്ഞപ്പോഴെങ്ങനെ, അതാര് പറഞ്ഞിട്ട് എന്താ ഏതാന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് എന്നോട് അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ അനിയേണ്ട തോന്നല് മാത്ര. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും അനി പറഞ്ഞു, എന്നെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ വിടാവെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവന്തിക അനിയൻ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോവുകയാണ്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി. അവന്തിക നേരെ അബിയുടെ അടുത്തേക്ക് വന്നു. അബിയുടെ അടുത്ത് ചെന്നപ്പോൾ അബി പറഞ്ഞു, എന്താ മോളെ, അല്ല അനിയാണിന് ഇപ്പോഴും എൻഗേജ്മെന്റിന് സമ്മതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മോളെ അത് സാരമില്ല, ആ അനാമികമായിട്ട് ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, അനാമയെ പോലെ ആയിരിക്കരുത് നീ കല്യാണത്തിന് ശേഷം, അറിയാലോ, നന്നായിട്ട് അവനെ സ്നേഹിക്കണം. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറൂന്നേ. നിനക്കറിയാലോ, ഈ പറയുന്ന നയന അവള് ഡിസൈനറും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിലും മിക്കവാറും ആദർശിനോടൊപ്പം കമ്പനിയുടെ MD സ്ഥാനത്തേക്ക് വേണമെങ്കിൽ അവളെ മുത്തശ്ശന് ഇരുത്തും. അതിനൊന്നും മുത്തശ്ശന് മടിയുള്ള ആളല്ല. നീ വല്ല MBA ഒക്കെ കഴിഞ്ഞല്ലേ. അപ്പൊ ഇപ്പൊ ആണെങ്കിൽ അനിയാണെങ്കിൽ കമ്പനിയുടെ പകുതി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്കും വേണമെങ്കിൽ കമ്പനിയുടെ MD ആവുകാവുന്നേ ഉള്ളൂ. മുത്തശ്ശന്റെ വിശ്വാസത്തെ പിടിച്ചെടുക്കുകയും ചെയ്യണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അവന്തിക പറഞ്ഞു, അവിയേട്ടാ, എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. എൻ്റെ എൻഗേജ്മെന്റിന് അച്ഛന് വരാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന എൻ്റെ വിവാഹം കൂടുക എന്ന് പറഞ്ഞാൽ, പക്ഷെ അത് നടക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. എടി മോളെ, നീ ആ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അമ്മയാണെങ്കിൽ എന്നെ എപ്പോഴും പിടിച്ച് ചോദ്യം ചെയ്യും, ഞാൻ അച്ഛനെ കാണാൻ പോകുന്നുണ്ടോ മിണ്ടുന്നുണ്ടോ എന്നൊക്കെ. അമ്മയ്ക്ക് ഭയങ്കര ഭയമാന്ന് പറഞ്ഞു. അതായി എനിക്ക് മനസ്സിലാകത്തെ. അവിയേട്ടാ എന്താ കാര്യമെന്ന്, അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അമ്മ ഇത്രമാത്രം ഭയക്കുന്നത്. അത് കേട്ടപ്പോൾ അബി പറഞ്ഞു, അത് ശരിയാ, അതെനിക്കും തോന്നുന്നുണ്ട് അമ്മയുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ അമ്മ അച്ഛനെ ഇത്രമാത്രം പേടിക്കേണ്ട കാര്യമില്ലല്ലോ. മോളിപ്പോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അവന്തികേനെ. പിന്നീട് അബി ഇങ്ങനെ മനസ്സിൽ പറയാ, നീ ഇവിടുന്ന് നീ അനിയുടെ ഭാര്യ ആയെങ്കിൽ മാത്രമേ എനിക്ക് ഏൻ ജ്വല്ലറിയുടെ MD ആനായിട്ട് പറ്റുള്ളൂ, ഏൻ ജ്വല്ലറി എനിക്ക് കിട്ടത്തുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ആ സമയത്ത് അബിയുടെ മനസ്സിൽ. പിന്നീട് അബി മുറിയിലേക്ക് വരുമ്പോൾ നബി നെയിൽ പോളിഷൊക്കെ ഇട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയുടെ മനസ്സിൽ പല പല ചിന്തകളുവാ. നബിത അനാമിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇതുവരെയായിട്ട് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ആ സമയത്ത് അബി വന്നിട്ട് പറഞ്ഞു, നാളത്തെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോഴേക്കും നബി ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു, അല്ല എനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമല്ലേ ഇത്, പിന്നെ എന്തിനാ ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് അവന്റെ കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമുണ്ട് അബി? അതെ, അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഈ പറയുന്ന അനി അവളെ സ്നേഹിക്കാണ്ട് തുടങ്ങും. ഇപ്പോഴത്തെ ഈ ഇഷ്ടക്കേടൊന്നും നമ്മൾ കാര്യമാക്കി എടുക്കണ്ട. എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയായിക്കോളും, അവന്തിയെ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ,
നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഈ കല്യാണം നടക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യയ്ക്ക് ആകെപ്പാടെ ടെൻഷനായിരുന്നു. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നടക്കില്ലെന്ന് ഓർത്തുകൊണ്ട് പല പ്ലാനുകളും നടത്തി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ടും അനി ഉറങ്ങാനായിട്ട് മുറിയിലേക്ക് പോയില്ല. അനി ഒടുവിൽ നന്ദുവിനെ വിളിക്കുവാണ്. നന്ദുവിനെ വിളിച്ചിട്ട്, നന്ദു എനിക്ക് നിന്നെ ഒന്ന് കാണുന്നുണ്ട്. കാണാനോ? അതെ, നീ പുറത്തേക്കൊന്ന് ഇറങ്ങി വരുവോ? അതെ അനി, ഒരു കാരണവശാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയിൽ അതൊന്നും ശരിയാകത്തില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദു. നീ എനിക്കൊരു വഴി പറഞ്ഞു ആട്ട്. നാളത്തെ നിശ്ചയം മുടക്കാനായിട്ട് എങ്ങനെയെങ്കിലും നീ ഒന്ന് മുടക്ക്. ഞാൻ എന്ത് ചെയ്യാനാനി? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന നിനക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിശ്ചയത്തിന് നീ അങ്ങ് ചെന്ന് നിൽക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നിശ്ചയം നടക്കട്ടെ. നന്ദു, നീ ഇങ്ങനെ പറയരുത്. നിശ്ചയം നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാലോ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. സാരമില്ല, ഇപ്പൊ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നീ വിഷമിക്കാതിരിക്കുക. തൽക്കാലത്തേക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് നന്ദു കോഡ് കട്ട് ചെയ്തു. പക്ഷെ അനിയുടെ സമനില എത്തുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനിയെ വേട്ടയാടുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.